നമസ്കാരം. AS നായർ ആസ്ട്രോ ആൻഡ് ഫാമിസ്റ്റിലേക്ക് സ്വാഗതം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. 2025 ഒക്ടോബർ 12 മുതൽ 2025 ഒക്ടോബർ 18 വരെ, അതായത് 1201 കന്നിമാസം 26 മുതൽ 1201 തുലാമാസം 2 വരെയുള്ള നിങ്ങളുടെ വാരഫലം എങ്ങനെയെന്ന് ഒന്ന് നോക്കാം. മേടം രാശി: അശ്വതി, ഭരണി, കാർത്തിക 15 നാഴിക. ഇവർക്ക് ഈ ആഴ്ച പൊതുവെ അത്ര നല്ല സമയമല്ല. ചെറിയ യാത്രകൾ നടത്തിയേക്കും. ശാരീരികമായി അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. എന്നാൽ പണത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല. ഇടവം രാശി: കാർത്തിക 45 നാഴിക, രോഹിണി, മകയിരം 30 നാഴിക. ഇവർക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ദാമ്പത്തിക സുഖം കുറയും. ജോലിസ്ഥലത്ത് ചിലരുമായി വാക്കുതർക്കം ഉണ്ടാകും. വരവിനേക്കാൾ കൂടുതൽ ചിലവുകൾ പ്രതീക്ഷിക്കാം. മിഥുനം രാശി: മകയിരം 30 നാഴിക, തിരുവാതിര, പുണർന്നം 45 നാഴിക. ഇവർ പ്രവർത്തന മേഖലയിൽ ആവേശം പ്രകടിപ്പിക്കും. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി ചെറിയ വാക്കുതർക്കമുണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് ആൾക്കാരുമായി ഇടപെടുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം. കർക്കിടകം രാശി: പുണർന്നം 15 നാഴിക, പൂയം, ആയില്യം. ഇവർക്ക് ഈ ആഴ്ച മേലധികാരിയുടെ ആനുകൂല്യം ഉണ്ടാകുന്നതാണ്. ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള സാധ്യതയും കാണുന്നു. കടം വാങ്ങിയ പണം തിരികെ കൊടുക്കാൻ പറ്റുന്ന സമയമാണ്. ചിങ്ങം രാശി: മകം, പൂരം, ഉത്രം 15 നാഴിക. ഇവർക്ക് അപ്രതീക്ഷിതമായി പണം ചിലവാകുന്ന സമയമാണ്. ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയം കാണുന്നു. കന്നിരാശി: ഉത്രം 45 നാഴിക, അത്തം, ചിത്തിര 30 നാഴിക. ഇവർക്ക് ഏത് കാര്യത്തിലും മടികൂടാതെ പ്രവർത്തിക്കുവാൻ സാധിക്കും. കൃഷിയിൽ നിന്നും ആദായത്തിൽ കുറവ് വന്നേക്കാം. സ്കൂളിൽ ജോലി കിട്ടാൻ സാധ്യത കാണുന്നു. തുലാരാശി: ചിത്തിര 30 നാഴിക, ചോതി, വിശാഖം 45 നാഴിക. ഇവർക്ക് ഈ ആഴ്ച അത്ര ഗുണകരമല്ല. വാഹനം ഓടിക്കുന്നവർ വളരെ സൂക്ഷിച്ചു വേണം ഓടിക്കാൻ. കുടുംബത്തിൽ സമാധാനം കുറയും. കുട്ടികൾക്ക് പനി പോലെയുള്ള ചെറിയ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. വൃശ്ചികം രാശി: വിശാഖം 15 നാഴിക, അനിഴം, കേട്ടം. ഇവർക്ക് വാഹനത്തിൽ നിന്നുമുള്ള ആദായം വർദ്ധിക്കും. സ്ഥിര വരുമാനം ഉണ്ടാകുന്ന ചില ഏർപ്പാടുകൾ തുടങ്ങും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുകയില്ല. ധനുരാശി: മൂലം, പൂരാടം, ഉത്രാടം 15 നാഴിക. ഈ രാശിയിലുള്ളവർക്ക് വീട്ടുകാരുമായി അല്പം അകൽച്ച ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. സുഹൃത്തുക്കളുമായി ഉല്ലാസയാത്ര നടത്തും. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്താൽ അത് ഉപദ്രവമായി മാറും. മകരം രാശി: ഉത്രാടം 45 നാഴിക, തിരുവോണം, അവിട്ടം 30 നാഴിക. ഇവർക്ക് ഈ ആഴ്ച ഏറെക്കാലത്തെ ആഗ്രഹം സാധിക്കാനുള്ള സാഹചര്യം കാണുന്നു. വിദ്യാർത്ഥികൾ അലസത കാണിക്കും. ഉല്ലാസയാത്രയ്ക്കുള്ള അവസരവും തെളിയും. പണം നഷ്ടം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് സൂക്ഷിക്കുക. കുംഭം രാശി: അവിട്ടം 30 നാഴിക, ചതയം, പൂരുരുട്ടാതി 45 നാഴിക. ഇവർക്ക് ഈ ആഴ്ച നല്ല സമയമാണ്. സാമ്പത്തിക നില അത്ര വലിയ മോശമല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകും. കടം കൊടുത്ത പൈസ തിരികെ കിട്ടാനുള്ള സാധ്യത കാണുന്നു. കൂടാതെ കുടുംബത്തിൽ നിന്നും കിട്ടാനുള്ള വിഹിതവും കിട്ടും. മീനം രാശി: പൂരുരുട്ടാതി 15 നാഴിക, ഉത്രട്ടാതി, രേവതി. ഇവർക്ക് ഈ ആഴ്ച ഭാര്യ മുഖേന സൽകീർത്തി ഉണ്ടാകും. പൂജകൾക്ക് പണം ചെലവഴിക്കും. പുതിയ ജോലിയിൽ കയറാനുള്ള അവസരം ഉണ്ടാകും. പണം അല്പം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ശത്രുക്കളെ സൂക്ഷിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ രാശി കമന്റ് ബോക്സിലിട്ട് എന്നെ അറിയിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും സഹായകരമാകും എന്ന വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം.